പ്രശാന്ത് സാറേ, യുദ്ധമാണ് നമ്മുടെ ഒരു പ്രശ്നം. നമ്മുടെ മാത്രമല്ല, ലോകത്തിൻ്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയായിട്ട് ഈ യുദ്ധം വരികയാണ്. യുദ്ധത്തിൻ്റെ ഒരു വ്യാപ്തി എത്രത്തോളം വരും, ഇത് എന്തുമാത്രം രാജ്യങ്ങളുടെ ഇൻവോൾവ്മെൻറ്റ് വരും. ഇപ്പോൾ തന്നെ ഇതിൻ്റെ ദുരന്തം അനുഭവിക്കുന്നത് വലിയൊരു വിഭാഗം. ഇപ്പോൾ 2 രാജ്യങ്ങളോ അല്ലെങ്കിൽ 3 രാജ്യങ്ങളോ ആണ് ഇതിനകത്ത് ഇൻവോൾവ് ആവുന്നത്. ഇസ്രായേലും ഇറാനും കൂടി വന്നാൽ അമേരിക്കയും. എന്നാൽ ഇപ്പോൾ അതിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം ഏതാണ്ട് 20-22 രാജ്യങ്ങളാണ്. ഇനി അതിൻ്റെ വ്യാപ്തി ഇനിയും കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ഇപ്പോൾ റഷ്യയും ചൈനയും ഇതിൽ നിലപാട് പറയും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ നിലപാടെടുത്താൽ ഇത് പുതിയൊരു ലോകയുദ്ധത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണോ എന്ന ഒരു ചോദ്യം വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് വലിയ കൺസേൺ ഉള്ളൊരു യുദ്ധമാണ്. ഇന്ത്യ ഈ യുദ്ധത്തിൽ സാധാരണ പോലെ തന്നെ ശാന്തിയുടെ പക്ഷത്തേ ഉള്ളൂ. യുദ്ധത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ. പക്ഷേ ഇന്ത്യക്കാരൻ്റെ ശാന്തിയെ ഇത് വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഗൾഫ് സെക്ടർ, മിഡിൽ ഈസ്റ്റ് മൊത്തത്തിൽ. ഏറ്റവും പുതിയ അപ്ഡേഷൻ എന്താണ് യുദ്ധത്തിൻ്റെ? ഇപ്പം യുദ്ധം നമ്മൾ ശനിയാഴ്ച രാവിലെ തുടങ്ങിയ യുദ്ധം ഖമേനിയെ വധിച്ചു. അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണമായി. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ യുദ്ധം ഇപ്പം സാറ് പറഞ്ഞതുപോലെ ആ 2 രാജ്യങ്ങൾ, ഒരുപക്ഷെ ഇസ്രായേൽ മാത്രമായിരുന്നു യുദ്ധത്തിന് ആവശ്യമായിട്ട് നിൽക്കുന്ന ആൾ. അമേരിക്കയ്ക്ക് പിന്തുണ കൊടുത്തേ മതിയാവത്തുള്ളൂ. അപ്പം ഇറാൻ ഇസ്രായേൽ യുദ്ധം അമേരിക്കൻ പിന്തുണയോട് കൂടി നടക്കുന്നു എന്ന് വേണം കരുതാൻ. ആ രീതിയിൽ തന്നെയാണ് ആ യുദ്ധം അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം യുദ്ധം ആദ്യം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ കുറേ ദിവസമായിട്ട് യുദ്ധം അല്ലെങ്കിൽ അമേരിക്കൻ പടക്കപ്പൽ വരുന്നു, ഒരുങ്ങുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോരുകൾ നടക്കുന്നു. അപ്പം ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടാകുമെന്ന് മുന്നിൽ കണ്ട് അല്ലെങ്കിൽ അത് തീരുമാനിച്ച് ഇരിക്കുന്നത് പോലെ ലോകരാജ്യങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടായിരിക്കും അമേരിക്കയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന GCC രാജ്യങ്ങൾ ഉൾപ്പെടെ ഞങ്ങളുടെ ബേസുകൾ ഇതിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല, യൂറോപ്യൻ രാജ്യങ്ങളും പറഞ്ഞു ഞങ്ങളുടെ ബേസുകൾ ഇതിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ആ നിലപാടെടുത്ത്, അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അമേരിക്ക ഇവരുടെ ഒന്നും ബേസുകൾ വേണ്ട അല്ലെങ്കിൽ എടുക്കണ്ട അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യം അവരുടെ അതിർത്തി ഉണ്ടാക്കണ്ട, അല്ലെങ്കിൽ ഇറാനെ ഞങ്ങൾ ആക്രമിച്ചിരിക്കും, അത് അമേരിക്ക ECC ബേസുകൾ ഉപയോഗിച്ചാൽ, ഒരുപക്ഷെ യൂറോപ്യൻ രാജ്യങ്ങൾ പോലും അങ്ങനെ പറഞ്ഞു, ബേസുകൾ ഉപയോഗിച്ചാൽ അത് അവരോടുള്ള വൈരാഗ്യത്തിന് കാരണമാകണ്ട എന്ന് കണ്ട് ഈ യുദ്ധം തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ പടക്കപ്പലിൽ നിന്നും മാത്രമാണ് ഇതുവരെയുള്ള ആക്രമണങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ പടക്കപ്പലുകൾ വളരെ സുരക്ഷിതമായിട്ട് ഇസ്രായേലിനെ സംരക്ഷിക്കത്തക്ക രീതിയിൽ ഇബ്രഹാം ലിങ്കനും ലോകത്തെ ഏറ്റവും വലിയ പടക്കപ്പലായിട്ടുള്ള കപ്പലും അത് ഇസ്രായേലിന് കൂടുതൽ അടുപ്പിച്ചിട്ട് അത് ഇസ്രായേലിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി. ഇതുവരെ ഇല്ലാത്തോണം ഈ ഫൈറ്റർ ജെറ്റുകൾ, സ്റ്റെത്ത് ഫൈറ്റർ ജെറ്റുകൾ F-22 അല്ലെങ്കിൽ ടാങ്കർ ജെറ്റുകളും ഒക്കെ ഏതാണ്ട് 30 കൊല്ലത്തിനകത്ത് ഇതുവരെ ഇസ്രായേൽ ഹോൾഡ് ചെയ്തിട്ടില്ല അമേരിക്ക. ഇത് തുടങ്ങുന്നതിൻ്റെ അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് ഈ ജെറ്റുകളെല്ലാം ഇസ്രായേൽ ഹോൾഡ് ചെയ്തപ്പം അപ്പോൾ ബാക്കിയുള്ളതൊന്നും പറന്നുയരേണ്ട ജെറ്റുകളെല്ലാം അവിടെ ഹോൾഡ് ചെയ്തിട്ട് വേറൊരു മാതൃകയിലാണ് യഥാർത്ഥത്തിൽ യുദ്ധം തുടങ്ങിയത്. പക്ഷേ ഇറാന്റെ സ്വഭാവം കാണിച്ചു എന്ന് വേണം കരുതാൻ. ഇറാനകത്ത് നടന്ന സംഭവത്തിന് നിരപരാധികളായിട്ടുള്ള 12ഓളം രാജ്യങ്ങളിലേക്കാണ് ഇപ്പോൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അമേരിക്കൻ യുദ്ധബേസുകളിലേക്കാണെന്ന് പറയുമ്പോൾ ആ യുദ്ധബേസിൽ നിന്ന് യുദ്ധബേസുകൾ ഉപയോഗിച്ചാൽ അവർക്ക് വേണ്ട തിരിച്ചടി കൊടുക്കുമെന്ന് ഇറാൻ നേരത്തെ പ്രസ്താവന ഇറക്കിയപ്പോൾ ഈ യുദ്ധബേസുകളും യൂറോപ്യൻ അകത്തുള്ള യുദ്ധബേസുകളും ഒന്നും ഉപയോഗിച്ചിട്ടില്ല. എന്നിട്ടും നിരന്തരമായിട്ടില്ല, വാരി വലിച്ചെറിയുന്നത് പോലെ ഇറാൻ വാരി വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഏതാണ്ട് 12 തുർക്കിക്ക് അകത്ത് കയറി പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ F-16 വിമാനം തകർത്തിട്ടുണ്ട്. അത് ഗൾഫിലാണെന്ന് തോന്നുന്നു. UAE പർപ്പസ്ഫുള്ളി ആക്രമിച്ചിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, സൗദി അറേബ്യ എന്ന് പറഞ്ഞ രാജ്യമൊക്കെ ലോകത്ത് സമാധാനം വേണം എന്ന് ആഗ്രഹിക്കുന്നില്ല, സൗദിയെ ഉൾപ്പെടെയുള്ള ആക്രമിച്ചുകൊണ്ടിരിക്കുക. അതായത് ലോകം ഭയന്നതുപോലെ ഒരുപക്ഷെ ഇപ്പം പറയുന്നുണ്ടായിരുന്നു എന്തിനു വേണ്ടി ഇറാനെ ഞങ്ങൾ ആക്രമിക്കുന്നു, യുറേനിയം സമ്പുഷ്ടീകരിച്ചിട്ട് ആണവായുധം ഒരു 10 ദിവസത്തിനകം ഗ്യാപ്പ് കൊടുത്താലും നിർമ്മിക്കുന്ന രീതിയിലേക്ക് 90% പോകുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ വിവരം ലഭിച്ചിരിക്കുന്നു, അതിനുള്ള കാര്യങ്ങൾ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ആക്രമിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ഇറാൻ്റെ ഈ രീതി കണ്ടാൽ നമ്മൾക്ക് ഇറാൻ്റെ കയ്യിൽ ഒരു ആയുധം കിട്ടിയാൽ, ആണവായുധം വന്നാൽ, ഇപ്പോൾ ഹിസ്ബുള്ള ഇറങ്ങിയിട്ടുണ്ട്, ഹമാസ് ഇറങ്ങിയിട്ടുണ്ട്, ഹൂത്തികൾ ബ്രിട്ടൻ്റെ 3 കപ്പലുകൾ കത്തിച്ചിട്ടുണ്ട്. അപ്പം അതല്ലാതെ ആരാണ് ഇയാളുടെ പ്രോക്സികളാണ്. ഈ പ്രോക്സികൾ ലോകത്ത് മൊത്തം ഉണ്ടല്ലോ. അപ്പം ഈ ശത്രുവായിട്ട് നിൽക്കുന്നത് ആര്? ഇസ്രായേൽ ശത്രുവായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇസ്രായേലിനെ തീർത്തിട്ട് ആവാം, അല്ലെങ്കിൽ തീർത്തിട്ടേ പറ്റൂ. അമേരിക്കയെ ശത്രുവായിട്ട് നിൽക്കുന്നുണ്ട്, അമേരിക്കയെ തീർത്തിട്ടാവാം, അമേരിക്കയെ തീർത്തിട്ടേ പറ്റൂ എന്നുള്ളതുണ്ട്. ഇതിനു മുമ്പ് ഇറാൻ ചെയ്തുകൊണ്ടിരുന്ന പണി സുന്നി രാജ്യങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അവരെ ആക്രമിച്ചിരിക്കുന്നത് നിരപരാധിയായിട്ടുള്ള സുന്നി രാജ്യങ്ങളെയാണ്. അപ്പം ഇതിനകത്ത് B-2 ബോംബറുകൾ വന്നു, ആക്രമണം നടത്തിയിരിക്കുന്നു.
അതായത് ഹിസ്ബുള്ളയുടെ നേതാവായിട്ടുള്ള മുഹമ്മദ് ദാദ് അല്ലേ, അദ്ദേഹത്തെ കൊന്നിരിക്കുന്നത്. അവർ കൃത്യമായിട്ട് ഇസ്രായേൽ പ്ലാൻ ചെയ്ത് ടാർഗറ്റ് ചെയ്ത് ഖമേനി, അവരുടെ കൂടെയുള്ള ആദ്യത്തെ 9 പേര്, അതിനുശേഷം അവിടുത്തെ സൈനിക തലവൻ, ഹിസ്ബുള്ള അതിൻ്റെ ഇടയ്ക്ക് കയറി ആക്രമിക്കുന്നു, ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള അയാളെ കൊല്ലുന്നു. അവർ വളരെ ടാർഗറ്റായിട്ട് ലൈൻ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം ആക്രമിക്കുന്നു ഇറാൻ എന്ന് പറയുമ്പോൾ, പ്രശ്നമുണ്ടാക്കുന്നു ഇറാൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പല കപ്പലുകൾ കത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഇറാനകത്തുണ്ടാകുന്ന നാശനഷ്ടം നികത്താൻ പറ്റാത്ത രീതിയിലേക്കുള്ള നാശനഷ്ടമാകുന്നു. അതായത് ഈ റെസ്യൂം ചേഞ്ചാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പം ഖമേനിയെക്കാട്ടിൽ ഭീകരനായിട്ടുള്ള ആളായിരിക്കും അടുത്തത് വരുന്നത്. അല്ലെങ്കിൽ ആ ഒരു സംവിധാനത്തെ കൂടി വീണ്ടും ഇറാനെ അല്ലെങ്കിൽ വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ വന്നാൽ ഒരു പക്ഷേ ഈ യുദ്ധം കൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാകത്തില്ല. അപ്പം അമേരിക്ക ഉദ്ദേശിക്കുന്നത് റെസ്യൂം, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ എന്നായിരുന്നു സാറേ 78-ലല്ലേ ഈ റെസ്യൂം ചെയ്യുന്നത്? 79. അതിനുശേഷം വന്ന അതിന് മുമ്പത്തെ പേർഷ്യ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷെ അങ്ങനെ ഉണ്ടാക്കിയിട്ടേ കാര്യമുള്ളൂ എന്നാണ് ഇതിനകത്തുനിന്ന് മനസ്സിലാവുന്നത്. ഏതായാലും ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തിയേക്കാം. ഇപ്പം ഉടനെ തന്നെ യൂറോപ്പ് GCC രാജ്യങ്ങളുടെ ബേസ് ഒരു പക്ഷേ അമേരിക്കയ്ക്ക് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ സാർ പറഞ്ഞതുപോലെ യുദ്ധം ഇപ്പം തന്നെ ആകാശമെല്ലാം നിലച്ചു, അല്ലെങ്കിൽ നമ്മളുടെ 1 കോടി പുറത്ത് ജനം ഈ പറഞ്ഞ GCC രാജ്യങ്ങൾ ഉൾപ്പെടെയുണ്ട്. നമ്മൾ വലിയ പ്രതിസന്ധിയില്ല. അവരെ തിരിച്ചു കൊണ്ടുവന്ന വലിയ ടാസ്ക്കാണ്. തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ തന്നെ വിമാനങ്ങൾ തയ്യാറാവണം, അല്ലെങ്കിൽ നമ്മുടെ സൈനിക വിമാനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിമാനങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പം ഈ GCC രാജ്യങ്ങൾ സൈനിക താവളങ്ങൾ തുറന്നു കൊടുക്കുന്ന ഒരവസ്ഥ വന്നതാണ്. അവർ നിശ്ചലമായിട്ടിരുന്നിട്ടും അവരെ ഉപദ്രവിച്ചുകൊണ്ട് ആ രീതിയിലേക്ക് വന്നാൽ ഇറാനെ തീർന്നിരിക്കും. അല്ല, ഇറാനെ തീർക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത്. അമേരിക്ക ആ ലൈനിൽ തന്നെയാണ് നീങ്ങുന്നത് എന്ന് കരുതേണ്ടി വരും. തീർച്ചയായിട്ടും അതിൽ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഈ യുദ്ധത്തിൽ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും താല്പര്യങ്ങൾ ഒന്നല്ല എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നത് 2 താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഇസ്രായേലിന് തീർച്ചയായിട്ടും വംശീയമായൊരു താല്പര്യമുണ്ട്, അവരുടെ സുരക്ഷയുടെ പ്രശ്നമുണ്ട്, അവർ 75 കൊല്ലമായി അനുഭവിക്കുന്ന അസമാധാനത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇസ്രായേലിൻ്റെ ഭാഗത്ത് ഇറാനെ യുദ്ധം ചെയ്യുന്നതിലും ഇറാനെ തകർക്കാൻ ശ്രമിക്കുന്നതിനും ന്യായങ്ങളുണ്ട്. പക്ഷേ അമേരിക്കക്ക് ഇസ്രായേൽ ഇഷ്യൂ അല്ലല്ലോ. അമേരിക്ക ഇതല്ലെങ്കിൽ മറ്റൊരു കാരണം പറഞ്ഞ് ചരിത്രത്തിൽ എന്നും ഓർമ്മയുണ്ടല്ലോ സാറിന്, സദാം ഹുസൈൻ ഒറ്റ ലക്ഷ്യമുള്ളത് സാമ്പത്തികമാണ്. ഈ മിഡിൽ ഈസ്റ്റിലെ എണ്ണ ഊറ്റിയെടുക്കുക എന്ന ഒരു കുറുക്കൻ ശൃഗാല തന്ത്രമല്ലാതെ അമേരിക്ക വേറൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ അതിന് ന്യായം പറയുന്നതാണ് അമേരിക്ക. സൗകര്യം പോലെ ഇത് കുരിശ് യുദ്ധമാണ്, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ രാജ്യമാണ്, മറ്റേതൊക്കെ പിശാജിൻ്റെ അള്ളാഹുവിൻ്റെ രാജ്യമാണെന്നൊക്കെ പറയുന്നത് വെറും തന്ത്രം മാത്രമാണ്. കാരണം അങ്ങനെയാണെങ്കിൽ എന്തിനാണ് സർ മഡുറോയെ പാതിരാക്ക് കൊണ്ടുപോയി കടത്തിക്കൊണ്ടുപോയത്? 80% ക്രിസ്ത്യാനികളാണ്, അറിയാലോ സാറിന്. ക്യൂബയിലും ഇവിടെയൊക്കെ എന്താണ് പറയുക, വെനിസുലയിലെ മഡുറോയെ പാതിരാക്ക് കടത്തിക്കൊണ്ടു പോകുന്നതിനാ? 80% പാവങ്ങളായ ക്രിസ്ത്യാനികൾ ജീവിക്കുന്ന നാടാണ്, പാവങ്ങളുടെ നാടാണ്. എന്തുകൊണ്ടാണ് പാവമായത്? അവരുടെ പ്രകൃതി വിഭവങ്ങൾ മറ്റു പലരും കട്ടുകൊണ്ടുപോയതുകൊണ്ട്. ആ കൂട്ടത്തിൽ അത് കക്കാൻ വേണ്ടിയാണല്ലോ മഡുറോയെ കൊണ്ടുപോയിട്ട് വെനിസുല കൈയടക്കുന്നത്. അപ്പോൾ അമേരിക്കയുടെ താല്പര്യം തീർത്തും സാമ്പത്തികമാണ്. അമേരിക്ക ഇറാൻ്റെ എണ്ണ ഊറ്റാൻ കിട്ടുന്ന അവസരം കാത്തിരിക്കുകയാണ്. സത്യത്തിൽ ഈ ഇസ്രായേലിൻ്റെ ഒരു യുദ്ധത്തിന് പറയാവുന്നതും പറഞ്ഞു നിൽക്കാവുന്നതും ചരിത്രപരവുമായ ചില കാരണങ്ങളുണ്ട്. ഇസ്രായേലിന് വേണമെങ്കിൽ അത് പറഞ്ഞു നിൽക്കാം, എവിടെയും സ്ഥാപിക്കാൻ പറ്റും. കാരണം 48-ൽ UN ഒരു പ്രമേയത്തിലൂടെ ഇസ്രായേലിനെ അംഗീകരിക്കുന്നു. അതേ പ്രമേയത്തിൽ തന്നെ ഫലസ്തീനെയും അംഗീകരിക്കുന്നു. 2 രാജ്യങ്ങളെയും ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരത്തോടു കൂടി നിലവിൽ വരികയും 2 രാജ്യവും 2 സഹോദര രാജ്യങ്ങളായി വളരുകയും ചെയ്തിട്ട് മിഡിൽ ഈസ്റ്റിൽ സമാധാനം ഉണ്ടാക്കണം എന്നാണുള്ള ഫോർമുല. അത് അംഗീകരിക്കാതെ പോയത് ആരാണ്? അറബ് ലോകമാണ്. അറബ് രാജ്യങ്ങൾ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, അവർ പോയി ഇസ്രായേലിനെ ആക്രമിക്കാൻ തുടങ്ങി. അന്ന് തുടങ്ങിയതാണ് ഈ പരാജയം. ഒടുവിൽ ഒറ്റ അറബ് രാജ്യവും ഇല്ലാത്ത വിധം എന്താ സംഭവിക്കുന്നത്? ഇസ്രായേലിനോട് മുട്ടാൻ ഇന്ന് ലോകത്തിലെ അറബ് രാജ്യങ്ങൾക്ക് ശേഷിയില്ലാത്തതുകൊണ്ട് മാത്രമല്ല, ഇസ്രായേൽ ഈ 75 കൊല്ലം മുമ്പ് കൊണ്ട് ലോകത്തിലെ വമ്പിച്ച ശക്തിയായിട്ട് വളർന്നു. ഇസ്രായേലിൻ്റെ എല്ലാ മേഖലയും ഇന്ന് അറബ് രാജ്യങ്ങൾക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സാറ് പറഞ്ഞൊരു ഇഷ്യൂ ഉണ്ടല്ലോ, ഇസ്രായേലിനെ ആക്രമിക്കുന്നതിന് പകരം എന്തിനാണ് ഇറാൻ അറബ് രാജ്യങ്ങളെ ആക്രമിക്കുന്നത്? ഒന്ന് വളരെ കൃത്യമാണ്, അറബ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ അവിടെ പട്ടാളം നടത്തി രാജ്യം പിടിക്കാനുള്ളതല്ല, അവിടുത്തെ എണ്ണ ഊറ്റാനുള്ളതാണ്. അത് ഇറാനും നല്ല ബോധ്യമുണ്ട്. ഇന്ന് ഇപ്പോൾ കുവൈറ്റിലെ താവളം, ബഹ്റൈനിലെ താവളം, ഖത്തറിലെ താവളം, ഈവൻ ഒമാൻ പോലും. ഒമാൻ ഇറാനോട് ശത്രുത എന്നുള്ള രാജ്യമല്ല, ആ കൂട്ടത്തിൽ സമാധാന പ്രേമികളാണ്. കേരളത്തിൻ്റെ ഒരു സ്വഭാവമുള്ള രാജ്യമായി ഒമാൻ, അറിയാലോ. സലാലയൊക്കെ അവിടെയാണ്, നമ്മളെ ചേരമാൻ പെരുമാളിൻ്റെ ഖബറൊക്കെ ഉള്ളത് അവിടെയാണ്.
അപ്പോൾ പക്ഷേ അവരൊക്കെ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ നേരിടാൻ പോകുന്ന ഒരു ഇഷ്യൂ ഇതാണെന്നാണ് ഇറാൻ ബോധിപ്പിക്കുന്ന ഒരു കാര്യം. നിങ്ങളിതിനകത്ത് വംശീയത, ഓഫ് കോഴ്സ് ഇറാന് വംശീയമായൊരു താല്പര്യമുണ്ട്, ഉറപ്പാണ്. അത് സുന്നി വിരുദ്ധമായ ഷിയ മുസ്ലിം താല്പര്യങ്ങളാണ്. ആ ഷിയ വികാരം പക്ഷേ ഈ യുദ്ധത്തിന് ശേഷവും എളുപ്പത്തിൽ അവസാനിക്കുമെന്ന് വിചാരിക്കേണ്ട. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രോക്സി വാറാണ്. അതുകൊണ്ട് അറബ് രാജ്യങ്ങൾ ഈ യുദ്ധത്തിനെതിരായി രംഗത്ത് വന്നത് അമേരിക്കയോടുള്ള അടിമത്തം കൊണ്ട് മാത്രമല്ല. അമേരിക്കയോട് ഇപ്പോൾ പഴയ പോലെ അമേരിക്കയുടെ പ്രതാപമൊന്നുമില്ല. അമേരിക്കയോട് വേണമെങ്കിൽ നിർത്താനൊക്കെ പറയാൻ സൗദി അറേബ്യക്ക് പോലും പറ്റും. പക്ഷേ എന്താ പ്രശ്നം? ഇപ്പോൾ പറയാത്തത് ഇവരിപ്പോൾ ഈ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇറാൻ നാളെ പ്രയോഗിക്കുന്ന ഇവർക്കൊക്കെ എതിരെ പ്രോക്സി വാറായിരിക്കും. ഇവരുടെയൊക്കെ രാജ്യത്തെ സമാധാനം കെടുത്തുന്നത് ഇവരുടെ ഈ ഭീകരവാദികളുടെ പ്രോക്സി വാറാണ് സർ. അത് ഫലസ്തീനിൽ മാത്രമല്ല. അപ്പോൾ ഈ പ്രോക്സി വാറാണ് ഈ മിഡിൽ ഈസ്റ്റിലെ മിക്ക രാജ്യങ്ങളുടെ ഒരു കൺസേൺ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അമേരിക്ക ഈ യുദ്ധത്തിൻ്റെ ചെലവിൽ ഇറാനെ ചൂണ്ടിക്കാണിച്ചിട്ട് എണ്ണ ഊറ്റിക്കൊണ്ടുപോകും എന്ന ആശങ്കയാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, സാമ്പത്തിക താല്പര്യവും വംശീയ താല്പര്യവും ഒരുമിച്ച് ചേരുമ്പോൾ, സത്യത്തിലിപ്പോൾ ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് വംശീയ താല്പര്യങ്ങളാണ്. ഇറാന് ലോകത്തിലെ ഒരേ ഒരു ഷിയ ഭരണകൂടമാണ്. അവർക്കത് രണ്ടു കൂട്ടർക്കും ഒരേ സ്വഭാവമുണ്ട്. ഈ ജൂത വംശീയതക്കുണ്ട് ആ താല്പര്യം. എന്താ വെച്ചാൽ അങ്ങേയറ്റം സാക്രിഫൈസ് ചെയ്യുക, ദൈവമാർഗത്തിൽ സാക്രിഫൈസ് ചെയ്യുക എന്നുള്ള സ്വഭാവം ഷിയാക്കൾക്കും ഉണ്ട്. ഒരുപക്ഷെ സുന്നികളെക്കാൾ കൂടുതലുള്ളത് ഷിയാക്കൾക്കാണ്. അപ്പോൾ മുസ്ലിങ്ങൾക്കിടയിലെ ഷിയ വംശീയതക്കും ജൂത വംശീയതയും തമ്മിലുള്ളൊരു യുദ്ധമായിട്ട് വേണമെങ്കിൽ ഇതിനെ വായിക്കാമായിരുന്നു, അമേരിക്കയുടെ താല്പര്യം കടന്നു വരുന്നത് വരെ. ഇപ്പോൾ നമ്മൾ ഈ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ സത്യത്തിൽ ഖാംനെയി കൊല്ലപ്പെടുമ്പോൾ, ഖാംനെയിയുടെ ആസ്ഥാനം തകർക്കുമ്പോൾ നമ്മൾ കാണേണ്ട ചില കാഴ്ചകളും കൂടിയുണ്ട്. ഇറാനിൽ സാധാരണഗതിയിൽ ഒരു ഭരണത്തലവൻ തകരുമ്പോൾ, ആ രാജ്യം എന്തൊക്കെ ദുഃഖാചരണം പ്രഖ്യാപിക്കുമ്പോൾ അവിടെ പ്രകടനം നടത്താൻ എവിടുന്ന ആളെ കിട്ടുന്നത്? ആഹ്ലാദ പ്രകടനം സാറ് കണ്ടില്ലേ? ആഹ്ലാദ പ്രകടനമുണ്ട്, ഖമേനിയെ കൊന്നതിൻ്റെ പ്രതിഷേധ പ്രകടനമുണ്ട്, രണ്ടുമുണ്ട് ഒരേ സമയത്ത്. എന്നാലും സാറേ, ആഹ്ലാദ പ്രകടനം നടത്താൻ അന്ന് തന്നെ തയ്യാറാകുന്നതിൻ്റെ പിന്നിലുള്ള മനസ്സെന്താ? അതിൻ്റെ പിന്നിലുള്ള താല്പര്യം വളരെ കൃത്യമാണ്. അത് നമ്മൾ കാണേണ്ടതാണ്. നമ്മൾ ലോകത്തിലെല്ലായിടത്തുമുള്ള ഡീപ് സ്റ്റേറ്റിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇറാനിൽ ഈ ഭരണം വന്നതിന് ശേഷം കഴിഞ്ഞ കുറേ കാലമായിട്ട് നടക്കുന്ന കലാപങ്ങളുടെ പിന്നിൽ ആരായിരിക്കും? അതുകൊണ്ടല്ലോ അമേരിക്കയാണല്ലോ, യാതൊരു സംശയവുമില്ല. പിന്നെ ഒരു കാര്യം തീർച്ചയാണ്, ഇപ്പോൾ ഒറ്റ കാര്യത്തിലേ നമുക്ക് വിയോജിപ്പുള്ളൂ. ഇപ്പോൾ ഇസ്രായേലിൽ നടക്കുന്ന ഭരണക്രമം മനുഷ്യാവകാശ ലംഘനങ്ങളുടെ വലിയ ചരിത്രം ഉണ്ടായിട്ടില്ല. അവിടെ ദേശീയ സുരക്ഷയ്ക്ക് വേണ്ടി ഹമാസിനോട്, അവിടുത്തെ നുഴഞ്ഞുകയറ്റക്കാരോട്, തീവ്രവാദികളോട് ഒക്കെ സ്വീകരിക്കുന്ന സമീപനത്തിലേ നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ളൂ. പക്ഷേ ഇറാൻ സ്വന്തം ജനതയോട് വസ്ത്രം ധരിക്കാനുള്ള അവകാശത്തിന്, വിശ്വാസത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന്, മതവിമർശനത്തിന് ഒക്കെ ചോദ്യം ചെയ്യാൻ ആളില്ലാത്ത വിധം ഭീകരമായി അടിച്ചമർത്തപ്പെടുന്ന ഒരു രാജ്യമാണ്. ആ അർത്ഥത്തിൽ നമുക്ക് ഇറാനോട് വിയോജിക്കാം. പക്ഷേ ഈ യുദ്ധത്തിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നതിനെ പോലും നമുക്ക് ന്യായീകരണങ്ങളുണ്ട്. പക്ഷേ തക്ക സമയത്ത് അമേരിക്ക കക്ഷി ചേർന്നിട്ട് കാണിച്ചു കൂട്ടുന്ന ഈ കൊള്ളയുണ്ടല്ലോ, ഈ ആഗോളക്കൊള്ള, അതിനെ എല്ലാ മനുഷ്യരും ചേർന്ന് അപലപിക്കേണ്ട ഒരു സാഹചര്യം കൂടി ഇതിനുണ്ട്. കാരണം യുദ്ധത്തിന് അങ്ങനെ ഡയമെൻഷൻ കൊണ്ടുപോകുന്നു. എന്നും അമേരിക്കയുടെ പണി ഇതാണ്. എവിടെയെങ്കിലും ഞാനും സാറും തമ്മിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവൻ കയറി വരും, ഞാൻ മധ്യസ്ഥനാവാം. കണ്ടില്ലേ സാറ്, ലോക സമാധാനം എൻ്റെ കുത്തകയാണ്. അവൻ്റെ താല്പര്യങ്ങൾ, ഈ പറഞ്ഞ താല്പര്യം, ഈ മുട്ടനാടിൻ്റെ ഈ കുറുക്കൻ്റെ താല്പര്യമുണ്ടല്ലോ, കുഞ്ഞാടുകളെ തമ്മിൽ അടുപ്പിച്ചിട്ട് ചോര കുടിക്കുന്ന ആ താല്പര്യമാണ് ഇതിന് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഒരുപാട് മാനങ്ങളുള്ള ഒരു യുദ്ധമാണ്, ഒരുപാട് പ്രത്യാഘാതങ്ങൾ വരാനിരിക്കുന്ന ഒരു യുദ്ധമാണ് ഇപ്പോൾ നമ്മൾ നേരിടുന്നത്. പ്രത്യേകിച്ച് ഇതിൽ ഏറ്റവും വലിയ സങ്കടം, ഞാൻ 2 ചിത്രം കണ്ടു. ഞാൻ കഴിഞ്ഞ ദിവസം അൽ ജസീറ വെറുതെ വിട്ടിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇന്ത്യക്കാരുടെ ഒരു ലേബർ ക്യാമ്പിൽ കൂട്ടക്കരച്ചിൽ. ഇതെന്താ കാര്യം എന്നറിയാം? അതും കൂടി നമ്മൾ കൂട്ടത്തിൽ കാണണം. ഖാംനെയി കൊല്ലപ്പെടുമ്പോൾ അവിടെ ആഹ്ലാദ പ്രകടനം നടത്തുന്നവരുണ്ട് ഒരു ഭാഗത്ത്, സമ്മതിച്ചു. പക്ഷേ അവിടെ കണ്ണീരൊഴുക്കുന്ന ഇന്ത്യക്കാരുണ്ട്. ബസറ പോലുള്ള പ്രദേശങ്ങളിലൊക്കെ ഇന്ത്യൻ സെറ്റിൽമെൻറ്റാണ്. എന്താ കാര്യം എന്നറിയുമോ? സദ്ദാം ഹുസൈൻ ഓർമ്മയില്ലേ സാറിന്? ഇറാഖിലായാലും അറബ് ലോകത്തൊക്കെ, ഇറാഖിലായാലും ഇറാനിലായാലും ഒക്കെ അറബ് ലോകത്ത് ഇന്ത്യക്കാരോട് അപാര റെസ്പെക്റ്റാണ്. അവർ തമ്മിൽ യുദ്ധം ചെയ്യും, അവർ തമ്മിൽ വംശീയമായ പോരുകളുണ്ടാവും. പക്ഷേ ഇന്ത്യൻസ് അവർക്ക് അവരുടെ ഏതാണ്ട് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അതുകൂടി ഉണ്ട് അവിടെ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പലപ്പോഴും എനിക്ക് തെറ്റായൊരു പ്രവണത കണ്ടത്, അവിടെ ഖാംനെയി കൊല്ലപ്പെടുമ്പോൾ ഇവിടെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ലഡു പൊട്ടിക്കുന്നവരുണ്ട്. സത്യത്തിൽ അത് അവിടുത്തെ ഇന്ത്യക്കാരോട്, ആ ദേശങ്ങളിലൊക്കെ എത്രയോ കാലമായിട്ട് സുരക്ഷിതമായിട്ട് ജീവിച്ചു പോരുന്ന, ഇപ്പോൾ സാറ് കണ്ടോ
ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ഒരൊറ്റ വിദേശിയും ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ഭരണകൂടം ഉണ്ടല്ലോ. നിങ്ങളുടെ സുരക്ഷ സ്വന്തം ദേശക്കാരോടല്ല പറയുന്നത്. UAE ഭരണകൂടം പറഞ്ഞു, ഖത്തർ ഭരണകൂടം പറഞ്ഞു, ഒമാൻ ഭരണകൂടം, ഞാൻ പറയുന്ന അപ്പോൾ ഈവൻ സൗദി ഭരണകൂടം പോലും പറഞ്ഞു. അപ്പോൾ ഇന്ത്യക്കാരുടെ, ആ രാജ്യങ്ങളിൽ ജീവിക്കുന്ന ഇന്ത്യക്കാരുടെ കൂടി താല്പര്യം കണക്കിലെടുത്ത് വേണം ഇത്തരം ഇഷ്യൂസിൽ. മാത്രമല്ല ഈ രാജ്യങ്ങളൊക്കെ തന്നെ, ഈവൻ ഇറാൻ ആവട്ടെ, ഇറാൻ അവിടുത്തെ സുന്നികളോട് എങ്ങനെ പെരുമാറി, കുർദുകളോട് എങ്ങനെ പെരുമാറി, അതിനോടൊക്കെ നമുക്ക് വിയോജിപ്പുണ്ട്. അവിടുത്തെ തന്നെ പാവങ്ങളായ സ്ത്രീകൾ വസ്ത്രം ധരിക്കാൻ വേണ്ടി നടത്തിയ പോരാട്ടം നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷേ അപ്പോഴും ഒറ്റ ഇന്ത്യക്കാരനോടും മോശമായി പെരുമാറിയ അനുഭവമില്ല. ഇറാനിൽ ഇഷ്ടംപോലെ ഇന്ത്യക്കാരുണ്ട്, ഇറാഖികൾക്ക് ഉണ്ട് അനുഭവം. അപ്പോൾ ആ ഒരു ഡയമെൻഷനും കൂടി നമ്മുടെ ചർച്ചകളിൽ വന്നാൽ നന്നായിരിക്കും എന്നാണ് എനിക്കൊരു ഇതിനോട് കൂട്ടിച്ചേർക്കാനുള്ളത്. കാരണം യുദ്ധത്തിൽ വികാരം കൊള്ളുന്നതിനേക്കാൾ എപ്പോഴും യാഥാർത്ഥ്യബോധം വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ചും നമുക്ക് ഇന്ത്യൻ കൾച്ചർ അതാണല്ലോ. ഇന്ത്യ ഈ ചില നമ്മുടെ ചാനലുകളുടെയൊക്കെ യുദ്ധവിവരണം കണ്ടാൽ ഫുട്ബോൾ കമൻട്രി പോലെയാണ്. ഈ യുദ്ധത്തിൽ ആവേശം കൊള്ളുക, യുദ്ധത്തിൽ വികാരം കൊള്ളുക, അത് ഇന്ത്യൻ കൾച്ചറല്ല. ഇന്ത്യൻ കൾച്ചർ എപ്പോഴും യുദ്ധം വിനാശകരമാണെന്ന് കാണുകയും ശാന്തി മന്ത്രം പരമാവധി മന്ത്രമധുരമായി ഉച്ചരിക്കുകയും ചെയ്യുന്നൊരു സംസ്കാരമാണ്. അവിടെ യുദ്ധത്തിനെ നമ്മൾ യുദ്ധമായി തന്നെ കാണണം. അതായിരിക്കും. കാരണം ഈ യുദ്ധത്തിന് കാരണങ്ങളുണ്ടാവും, അത് വംശീയമാകും, സാമ്പത്തികമാകും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നാണ് എനിക്ക് കൂട്ടിച്ചേർക്കാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.